ഹായ് ഫ്രണ്ട്സ്, യാസ് ഓട്ടോമോട്ടീവിൻ്റെ മറ്റൊരു ട്രെയിനിങ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മൾട്ടി ബ്രാൻഡ് വർക്ക്ഷോപ്പിലാണ്, യാസ് ഓട്ടോമോട്ടീവ് അമ്പാട്ടുകാവിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻജിൻ ടൈമിംഗ് ആണ്. എൻജിൻ ടൈമിങ്ങിൽ സെലേറിയോ ഡീസലിൻ്റെ എൻജിൻ ടൈമിങ്ങും അതുപോലെ തന്നെ സൂപ്പർ ക്യാരി ഡീസൽ രണ്ടും സെയിം എൻജിൻ തന്നെയാണ്. സെലേറിയോ ഡീസൽ എൻജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ടൈമിംഗ് സൈഡ് എന്ന് പറയുന്ന എൻജിൻ്റെ ഫ്രണ്ടിലാണ് ടൈമിംഗ് വരുന്നത്. പക്ഷേ സെലേറിയോ ഡീസൽ അതുപോലെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞ സൂപ്പർ ക്യാരി ഡീസൽ എന്ന് പറഞ്ഞ എൻജിൻ്റെ ടൈമിംഗ് വരുന്നത് ഗിയർ ബോക്സ് സൈഡിലാണ്. അപ്പോൾ എൻജിൻ ഇറക്കിയിട്ട് മാത്രമാണ് നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈമിംഗ് ചെയിൻ മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് എൻജിൻ ഇറക്കണം. എൻജിൻ ഇറക്കി ഗിയർ ബോക്സും അഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ടൈമിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും എങ്ങനെയാണ് ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 3 സ്പെഷ്യൽ ടൂൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ ടൂൾസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണ് സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്യേണ്ടത്, ആ സ്പെഷ്യൽ ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ടത് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് നമ്മളുടെ എൻജിൻ, അതായത് നമ്മളുടെ സെലേറിയോ ഡീസൽ എൻജിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജിൻ അഴിക്കേണ്ടതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള അതിനോടനുബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അഴിച്ചു മാറ്റുക. ബാറ്ററി, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, പിന്നെ അതുപോലെ അതിൻ്റെ എൻജിൻ മൗണ്ടിങ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. എൻജിൻ ഓയിലും അതുപോലെ ഗിയർ ഓയിൽ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഊറ്റുക, അതുപോലെ കൂളൻ്റ് ഊറ്റുക. ഇതെല്ലാം ഫസ്റ്റ് ഊറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മൾ എൻജിൻ റിമൂവ് ചെയ്യാൻ. അപ്പോൾ എൻജിൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻജിൻ റിമൂവ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഗിയർ ബോക്സിൻ്റെ സൈഡിലാണ് നമ്മളുടെ ടൈമിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സും അതിനോട് അനുബന്ധപ്പെട്ടിരിക്കുന്ന ബാക്കി എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടൈമിങ്ങിൻ്റെ ചെയിനും അതിൻ്റെ ബാക്കിയുള്ള കോമ്പണൻസും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈമിംഗ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കമ്പോണൻസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. അതിൻ്റെ മൗണ്ടിങ്ങിൻ്റെ ബോൾട്ട്, അതുപോലെ അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എക്സോസ്റ്റ് സൈഡ്, ഗിയർ ബോക്സിൻ്റെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഗിയർ ബോക്സ് റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഫ്ലൈ വീലും അതുപോലെ തന്നെ ക്ലച്ച് അസംബ്ലിയാണ്. അപ്പോൾ ഇനി ഫ്ലൈ വീലും ക്ലച്ച് അസംബ്ലിയും അഴിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്ന EGRൻ്റെ വാൽവാണ് ഇപ്പോൾ ഈ കാണുന്നത്. EGR വാൽവ് റിമൂവ് ചെയ്യണം. അതിൻ്റെ മുകളിൽ വാക്വം പമ്പ് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലച്ച് അസംബ്ലി റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫ്ലൈ വീല് റിമൂവ് ചെയ്യാണ്. ഫ്ലൈ വീല് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി അതിൻ്റെ കവറാണ്, അതായത് ഇതാണ് ടൈമിങ്ങിൻ്റെ കവർ വരുന്നത്. ഫ്ലൈ വീൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമിങ്ങിൻ്റെ ബോൾട്ടുകൾ അഴിച്ചു കഴിഞ്ഞാൽ ടൈമിങ്ങിൻ്റെ കവർ നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ടൈമിങ്ങിൻ്റെ കവർ നമ്മൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ടൈമിംഗ് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത് 2 സിലിണ്ടർ എഞ്ചിനാണ്. 2 സിലിണ്ടർ എഞ്ചിനാണ് നമ്മളുടെ സെലേറിയോ ഡീസൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സ്പെഷ്യൽ ടൂൾസ്. സ്പെഷ്യൽ ടൂൾസിൽ ഇപ്പോൾ ഈ കാണുന്ന സ്പെഷ്യൽ ടൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റിൽ ലോഡ് ചെയ്തിട്ട് നമുക്കത് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ്. അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റിൽ അത് കൊടുത്താൽ ആ സ്പെഷ്യൽ ടൂൾ വെച്ചാൽ മാത്രമേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. വേറെ തിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ആ സ്പെഷ്യൽ ടൂൾ ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റിൽ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്പെഷ്യൽ ടൂൾ. അപ്പോൾ ആ സ്പെഷ്യൽ ടൂൾ വെച്ചിട്ട് നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ സ്പ്രോക്കറ്റ് തിരിച്ച് ക്യാം ഷാഫ്റ്റ് തിരിച്ചിട്ടാണ് നമ്മൾ ക്യാം ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാം ലോക്ക് ചെയ്യുന്ന ടൂളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പിന്ന്, ക്യാം ലോക്കിംഗ് പിന്നാണ്. ആ ക്യാമിൻ്റെ ലോക്കിംഗ് പിന്ന് നമ്മൾ ഈ കാണുന്ന ഹോളിൽ കറക്റ്റ് അലൈൻ ചെയ്ത് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഗാഡിയിൽ കയറി ലോക്കാവും. ലോക്കായി കഴിഞ്ഞാൽ നമ്മുടെ ക്യാം ലോക്കായി. അപ്പോൾ ടൈമിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റിങ്ങിൽ ക്യാം ലോക്കിംഗ് ആണ്. ക്യാം ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ക്യാം ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്പ്രോക്കറ്റ്, അതായത് ക്യാമിൻ്റെ സ്പ്രോക്കറ്റ് നമുക്ക് അഴിക്കാം. ക്യാമിൻ്റെ സ്പ്രോക്കറ്റ് അഴിച്ച് ഇപ്പോൾ ക്യാം ലോക്കായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്യാം ഇനി മാറില്ല. അപ്പോൾ ക്യാമിൻ്റെ സ്പ്രോക്കറ്റ് അഴിച്ചിട്ട് നമുക്ക് ചെയിനും അതുപോലെ തന്നെ ചെയിനിൻ്റെ ഗൈഡ് സാധനങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നത് ഹൈഡ്രോളിക് ഓട്ടോ ടെൻഷനറാണ്, അതായത് ചെയിനിൻ്റെ ഗൈഡിലേക്ക് ടെൻഷൻ എയർ കൊടുത്തിട്ടുള്ള ഹൈഡ്രോളിക് ടെൻഷനറാണ് ഇപ്പോൾ കണ്ടത്. അത് റിമൂവ് ചെയ്യാം. അതുപോലെ ഗൈഡ്, ഇപ്പോൾ ഈ റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ ചെയിനിൻ്റെ ഗൈഡ് എന്ന് പറയും. അപ്പോൾ ചെയിനിൻ്റെ ഗൈഡ് പ്ലാസ്റ്റിക് ആണ്. ആ 2 ചെയിൻ ഗൈഡ് റിമൂവ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ്, അതായത് ടൈമിംഗ് റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലെല്ലാം റീപ്ലേസ് ചെയ്യുന്നതാണ്. അതുപോലെ സ്പ്രോക്കറ്റ്, നെക്സ്റ്റ് സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്യുക. സ്പ്രോക്കറ്റിൻ്റെ കൂടെ ചെയിനും കൂടെ റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അതിൻ്റെ സ്റ്റഡി ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റഡി എല്ലാം കറക്റ്റാണോ, അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ, അത് ഇളക്കം ഉണ്ടോ എന്നൊക്കെ നോക്കുക. അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാണുന്ന നമ്മൾ ടൈമിംഗ് സൈഡ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് സൈഡ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ഓയിലും കാര്യങ്ങളെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് ലോക്ക് ചെയ്യണം.
ക്യാം നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിൽ. ഇനി ക്രാങ്കിങ് ആൻഡ് ലോക്കിംഗ് ടൂളാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ക്രാങ്കിൻ്റെ ലോക്കിംഗ് ടൂൾ, ക്രാങ്ക് ഷാഫ്റ്റ് ലോക്കിംഗ് ടൂളാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ലോക്കിംഗ് ടൂള് ലോക്ക് ചെയ്യുന്നത് നമ്മൾ നേരെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് 3 ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ലോക്ക് ചെയ്യാം. ബോൾട്ട് ലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ മുകളിലായിട്ട് ഒരു പിൻ ഇട്ടിട്ടുണ്ട്. ആ പിന്നാണ് ലോക്കിംഗ് പിൻ. ആ പിന്നിൽ അലൈൻ ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ലോക്ക് ആവുക. അപ്പോൾ ആ പിന്നിൻ്റെ ഹോൾ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് അത് ലോക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ലോക്കിംഗ് പിന്നാണ്, അതായത് നമ്മുടെ ക്രാങ്കിൻ്റെ ലോക്കിംഗ് ടൂളിൻ്റെ ലോക്കിംഗ് പിന്നാണ്. ആ ലോക്കിംഗ് പിന്ന് ഇപ്പോൾ ഈ കാണുന്നത് പോലെ നേരെ ആ ഹോളിലേക്ക് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി. അപ്പോൾ നമ്മുടെ ക്രാങ്ക് ഇപ്പോൾ ടൈമിങ്ങിൻ്റെ പൊസിഷനിൽ ക്രാങ്കിൽ ലോക്കാണ്, അതുപോലെ ക്യാം ഷാഫ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് പുതിയ സ്പെയർസ് എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ പുതിയ സ്പെയറാണ്. ഇത് പുതിയ സ്പ്രോക്കറ്റാണ്. അതുപോലെ തന്നെ 2 ടൈമിങ്ങിൻ്റെ ചെയിനിൻ്റെ ഗൈഡ് കൊടുത്തിട്ടുണ്ട്. 2 ടൈമിങ് ചെയിൻ ഗൈഡ്, സ്പ്രോക്കറ്റ്, ചെയിന്, ഇതൊരു സെറ്റായിട്ടാണ് വരിക. ടൈമിംഗ് സൈഡിൽ നമുക്കൊരു സെറ്റായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരിക. ഇനി ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് നമ്മളുടെ ടെൻഷനർ, ഹൈഡ്രോളിക് ടെൻഷനറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രോളിക് ടെൻഷനറിൻ്റെ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് ആദ്യം വലിച്ചു ഊരരുത്. ആ ലോക്ക് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഊരാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആ സാധനം തള്ളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് സ്പ്രോക്കറ്റ് ഇടുക, സ്പ്രോക്കറ്റ് ഇട്ട് അതുപോലെ തന്നെ ചെയിൻ ഇടുക, ചെയിനും ഇട്ട് സ്പ്രോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ലോക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ ബോൾട്ടുകളിൽ നമ്മൾ ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് മേടിക്കാൻ കിട്ടും, ത്രെഡ് ലോക്കർ. അപ്പോൾ ത്രെഡ് ലോക്കർ ഇട്ടിട്ട് നമ്മൾ ആ ബോൾട്ടെല്ലാം കറക്റ്റ് സീറ്റിംഗ്, കറക്റ്റ് ടോർക്കിൽ അത് ലോക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് ലോക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബോൾട്ടെല്ലാം നന്നായിട്ട് അത് പേസ്റ്റ്, ഒരു ചെറിയൊരു പേസ്റ്റാണ്, അതിട്ടിട്ട് വേണം ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ. അതിനുശേഷം നേരത്തെ നമ്മൾ കാണിച്ച നമ്മളുടെ ചെയിനിൻ്റെ ഗൈഡ്, ആ ചെയിനിൻ്റെ ഗൈഡ് ഇടുക. ഗൈഡ് ജസ്റ്റ് കയറ്റി സ്ലൈഡ് ചെയ്ത് കയറ്റിയിടാനുള്ളൂ, ആ സ്റ്റഡിയിൽ കയറ്റിയിട്ടാൽ മതി. ചെയിനിൻ്റെ ഗൈഡ് ഇടുക. 2 സൈഡ് താഴത്തെയും മുകളിലത്തെയും ഗൈഡ് ഇട്ടു. ഇനിയുള്ളത് നമ്മളുടെ ഓട്ടോ ടെൻഷനറാണ്, അതായത് ഹൈഡ്രോളിക് ടെൻഷനറാണ് കൊടുത്തിട്ടുള്ളത്. ചെയിനിൽ നമ്മൾ ടെൻഷൻ വരാൻ വേണ്ടിയിട്ട്, അതായത് കറക്റ്റ് ടൈറ്റായിട്ട് ചെയിൻ നിൽക്കാൻ വേണ്ടിയിട്ട്, സ്ലാക്ക് ഇല്ലാതെ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഹൈഡ്രോളിക് ടെൻഷനർ. അപ്പോൾ ടെൻഷനറിൻ്റെ 2 ബോൾട്ട് ഉണ്ട്. 2 ബോൾട്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് ടോർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ലോക്ക് അത് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലോക്ക് ഊരിയെടുക്കുക. അപ്പോൾ ലോക്ക് ഊരുന്ന സമയത്ത് അത് നേരെ പോയിട്ട് നമ്മളുടെ ആ ഗൈഡിൽ ലോഡാവും. ഗൈഡിൽ ലോഡായിട്ട് ആവശ്യത്തിനുള്ള ടെൻഷൻ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി കൊടുക്കും. അപ്പോൾ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോക്ക് പുള്ളി ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കായിക്കോളും. ഓക്കെ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ലോക്കായി. അപ്പോൾ ഇനി കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്പ്രോക്കറ്റായി, ചെയിനായി, ചെയിനിൻ്റെ ഗൈഡായി, അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടോ ടെൻഷനർ, ഹൈഡ്രോളിക് ടെൻഷനർ, ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തു. ഇനി ഉള്ളത് സ്പ്രോക്കറ്റിൻ്റെ ബോൾട്ടുകളെല്ലാം നന്നായിട്ട് ടോർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ക്രാങ്കിൻ്റെ ലോക്കിംഗ് ടൂൾ ഊരിയെടുക്കുക. ലോക്കിംഗ് ടൂള് നമ്മൾ നേരത്തെ 3 ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അഴിച്ച് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈമിംഗ് സെറ്റിംഗ്, അതായത് ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഇതിനി ഒരു 2 റൗണ്ട് നമ്മളിത് കറക്കി നോക്കണം. അതായത് ടൈമിംഗ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 2 റൗണ്ട് നമ്മളിതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് 2 റൗണ്ട് ഇത് തിരിച്ച് നോക്കുക. തിരിച്ചിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം. വീണ്ടും നമ്മൾ ആ ലോക്കിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ ടൈമിംഗ് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ, അത് മാറിയതിന് ശേഷം നമ്മൾ എപ്പോഴും 2 റൗണ്ട് അല്ലെങ്കിൽ 3 റൗണ്ട് കറക്കി നോക്കിയതിന് ശേഷം വീണ്ടും ടൈമിങ് മാർക്കിൽ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ക്രാങ്ക് ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ടൂൾ വെച്ചിട്ട് ലോക്ക് ചെയ്ത് നോക്കുക. ടൈമിംഗ് മാർക്ക് അവിടെ കറക്റ്റാണ്. ഓക്കെ. അതുപോലെ ക്യാം നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടൈമിംഗ് ഇപ്പോൾ കറക്റ്റാണ്, ക്യാമും ക്രാങ്കും ലോക്കായിട്ടുണ്ട്. ഇനിയുള്ളത് ടൈമിംഗ് കേസ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അതിൽ നമ്മൾ ലിക്വിഡ് ഗ്യാസ്കറ്റ് അപ്ലൈ ചെയ്യുക. അത് രണ്ടാമത് സെറ്റ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ അഴിച്ചത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സെലേറിയോ ഡീസലിൻ്റെയും അതുപോലെ സൂപ്പർ ക്യാരി ഡീസലിൻ്റെ
എൻജിൻ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സുധീഷസ് സൈനിങ് ഓഫ്.